ടെക് ഫുഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ചെറുപയർ തോരനാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെറുപയർ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടച്ച് ജസ്റ്റ് ഒറ്റൊരു വിസിൽ മതി. നമ്മൾ ഏകദേശം 2 മണിക്കൂറോളം പയർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പം ജസ്റ്റ് ഒരു 1 വിസിൽ മതി. അപ്പോൾ നമുക്ക് പയർ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സവോള ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു മുഴുത്തൊരു സവോളയാണ്. ഞാനത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളകും ഇനി നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളിലേക്കൊന്ന് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പയറിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ലേശം ഉപ്പ് ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഫ്ലെയിം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഓൾറെഡി നമ്മൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
നമുക്ക് വേണമെങ്കിൽ ഈ സവോള കുക്കറിനകത്തിട്ട് അടിച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. വഴറ്റി എല്ലാം പൊടികളെല്ലാം മൂപ്പിച്ച് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ടേസ്റ്റാണ്. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങയാണ്. തേങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ എല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.